മേക്കപ്പ് എല്ലാം പോയണേ. കുട്ടികളൊക്കെ നല്ല വർക്കാണല്ലോ. മിടുക്കന്മാരാ. സൈറ്റിൽ പണിക്കാർ കുറവാ. ക്യാമ്പ് സൈറ്റിലേക്ക് മാറ്റിയാലോ? എടാ, ദീനേശന്റെ വീട്ടിൽ നിന്ന് ഒരു 5 പെൺകുട്ടികളെ എന്റെ വീട്ടിലേക്ക് മാറ്റി. ഇയല്ലേ പറഞ്ഞ പെർഫോമൻസ് പോരാന്ന്. 5 പെമ്പിളേരെടുത്താ? അതല്ല, കുറെ PS എഴുതുമ്പോഴാണല്ലോ ഒരു ജോലി കിട്ടുക. ഞാൻ കിരിയേട്ടോട് പറയട്ടെ. വേണ്ട, ഞാൻ PS എഴുതില്ല, എനിക്ക് ജോലി വേണ്ട. പോരെ? എടാ, സൈഡ് ഒന്ന് ജെട്ടി വാരി അങ്ങോട്ട് ഇട്ടേക്ക്. അവിടെ ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഈടെ ഈടെ ഈടെ. ഏടെയാണ് ദിനേശ, കാണാനില്ലല്ലോ. എന്റെ നാട്ടിൽ വന്നിട്ട് ഇപ്പോഴാണ് അങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പോ എന്താ, ഞാൻ അറേഞ്ച് ചെയ്തില്ലേ? എന്തൊക്കെ കുഴപ്പമില്ല. വാ, നിന്നെ കുട്ടികളെ ഒന്ന് പരിചയപ്പെടുത്താണോ. സ്റ്റുഡൻസ്, ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. ഇത് ദിനേശ മാഷ്, നമ്മുടെ കോളേജിലെ പഴയ സ്റ്റുഡൻ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകനാണ്. അങ്ങനെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം പോരാ കേട്ടോ. ഇപ്പം ഏറെ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ജെൻഡർ ന്യൂട്രൽ ഈക്വാലിറ്റി യൂണിഫോമിൻ്റെ കണ്ടുപിടുത്തക്കാരൻ തന്നെ ഇദ്ദേഹമാണ്. പിന്നെ കടുത്ത സഖാവാണ്, സഹൃദയനാണ്, ഒപ്പം നല്ല കലാകാരൻ. ഇനിയുള്ള ഒരു 7 ദിവസങ്ങളിൽ മാഷ് നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതൊക്കെ ഈ പറമ്പെന്ന് പറയേണ്ട കാര്യം എന്താ? നിങ്ങൾ പോയി പണിയെടുത്തോ. ഇതിലൊന്നും താല്പര്യമില്ലേ? ഇൻട്രസ്റ്റ് എല്ലാം ഉണ്ട്, പക്ഷെ നമ്മളെ കൊണ്ട് പറ്റണ്ടേ. അപ്പോൾ രാവിലെ നമ്മൾ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നല്ലോ. അതിനത് പാട്ടല്ലല്ലോ, പ്രാർത്ഥനയല്ലേ. ആഹാ, പ്രാർത്ഥന ആയിരുന്നല്ലേ? ശരി. ചേച്ചി, ഇനി ഇന്ന് എന്തെങ്കിലും ഹാക്ക് ചെയ്യണ്ടോ? നീ ഇന്നലെ ഹാക്ക് ചെയ്തതിന്റെ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി വരെ എത്തിയിട്ടുണ്ട്. എന്റെ പൊന്നു മോനെ, നീ ഇത് പോളിറ്റ് ബ്യൂറോ വരെ എത്തിക്കല്ലേ. ചേച്ചി, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ചെയ്തേ, പിന്നെന്തിനാ എൻ്റെ അടുത്ത് ചൂടാവുന്നത്? ഓക്കെ, ഇനി ആ വാട്സപ്പിലെ മുകളിൽ വലതുഭാഗത്ത് കാണുന്ന 3 കുത്തില്ലേ, അതിന് ഞെക്ക്. എൻ്റെ ഇതൊരു കുത്തല്ലേ ഉള്ളൂ മോളെ. ഒരു കുത്തോ? ഈ കണ്ണട വെച്ച് നോക്കി, ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഉള്ള കുത്തും കൂടി കാണൂല. ഇനി മുതൽ നമ്മുടെ പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളും ഈ ഫേസ്ബുക്ക്, വാട്സപ്പ് ഇതിലൂടെയൊക്കെ ആയിരിക്കോട്ടെ അറിയിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ? ഫേസ്ബുക്കിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ദിനേശൻ മാഷ് പഠിപ്പിച്ചു തരും. എന്താ? നീ പഠിപ്പിക്ക്, നീയല്ലേ അതിൽ എക്സ്പേർട്ട്. ഞാൻ പഠിപ്പിച്ചോളാം മോളെ. ഈ ഓൺലൈനിലുള്ളത് വേറെ ആരും കാണാണ്ടിരിക്കുക എന്തെന്നാ ചെയ്യേണ്ടത്? അത് ഓഫ്ലൈൻ ആക്കിയോ, ഞാൻ പഠിപ്പിച്ചു തരാം. രാത്രി കുത്തിരി ഫുൾ ചാറ്റിംഗ് അല്ലേ? ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ആദ്യ സമയം വേണ്ടിയല്ലോ കേട്ടോ. ഇതാ ഇവിടെ എങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെയാക്കുക. ഭക്ഷണം കഴിച്ചിട്ടാ കഴിക്കാനോ? അടുത്ത മീറ്റിംഗ് കാണാൻ. ഓ ചെയ്യട്ടോ. അമ്മ നടന്നോ, ഞാൻ വരാം. ശരി ശരി. മീൻചാറ് വേണോ എനിക്ക്? ഷാർമോ, ഒരു വെറ്റിലേക്ക് എടുത്താ. ഗിരിയെ ഇഷ്ടമാണെങ്കിലേ നമുക്ക് ആ പെണ്ണിനൊന്ന് പോയി നോക്കിയാലോ? ഏത് കുട്ടീനാ? NSSന്റെ ഇതിന് വന്നില്ലേ ആ രേണു. അതെന്താ ഷാർമക്ക് ഇഷ്ടമായിട്ടില്ല? എന്റെ ഇഷ്ടപ്പെടെ ആരും നോക്കാനാ? ഓന്റെ ഒരു ഇഷ്ടം. അങ്ങനെ കുഞ്ഞു മുറുക്കണ്ട കേട്ടോ. അമ്മയും മോനും കൂടി ഓരോന്ന് ഉണ്ടാക്കി വെക്കും, എന്നിട്ട് എന്നെ ബോധിപ്പിക്കാൻ ഒരു ചോദ്യം കളിക്കുന്നേ. കഥകളി കാര്യല്ലേ.
രേണുകേ രേണുകേ നീരാഗരേണുക്കിനാവിൻ്റെ നീലക്കടമ്പിൽ പരരേണു സാവധാൻ മുഷ്ടിപ്രഭാത് വിഭാഷക മുഷ്ടിപ്രഹാർ വിഭാഷക मुष्टि प्रहार 2 क्रमशः 1 2 3 स्वस्ति साथियों मिश्र ആഹാ പണി മുഴുവൻ ഞങ്ങൾ എടുത്ത് എന്നിട്ട് വെള്ളം കുടിക്കണോ മൂപ്പൻ തീർക്കല്ലേ ജി ജി എല്ലാവരും നിക്കറൊക്കെ മാറ്റി പാൻ്റാക്കി തുടങ്ങി നമ്മളിപ്പോഴും പാന്റ് ഇട്ട ഇതിന്റെ ഒരു ഫീൽ കിട്ടില്ല. നമ്മൾ ഈ കാക്കി ട്രൗസർ ഇട്ടാലേ നമ്മളാവും. ഈ കാക്കി പാൻ്റൊക്കെ എല്ലാ പോലീസുകാരും ഇടുന്നല്ലേ. ഒരു കണക്കിന് അതും ശരിയാ. ഈ വണ്ടി എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. ഇതന്നെ വീട്. അമ്മോ അസാധ്യ വീടാണല്ലോ. ദിനേശിന് ഇനി വേറെ വീട് വെക്കേണ്ട കാര്യം എന്താ? ഇവിടെ ആരും കാണുന്നില്ലല്ലോ. നോക്കാം. പേടിക്കണ്ട, ഓളും മോളും അളിയന്റെ അടുത്താ. അവരും കൂടെ ഉണ്ടായിരുന്ന ഒരു ധൈര്യം വരുന്നു. ഇതിപ്പോ നമ്മൾ രണ്ടും കൂടി മേടിച്ചു കൂട്ടണം. നമ്മൾ ഇത്രയും പേരുണ്ടാട്ടെ, സഖാക്കളുടെ ഒരു ധൈര്യേ. ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നില്ലേ? നാളെ മുതൽ നീ വരണ്ട. ഞാൻ വരും. വരണില്ല. എടാ, നമ്മളെ കൂട്ടത്തിൽ പുറത്തു പറയാൻ കൊള്ളാവുന്നൊരു ജോലിയുള്ളത് നിനക്ക് മാത്രമല്ലേ ഉള്ളൂ. ഇവന് ഈ നാട്ടിൽ പെണ്ണ് കിട്ടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ എന്തിനാണ് അറിഞ്ഞോണ്ടൊരു ചാണകോയി പോയി തല വെക്കുന്നത്? റമ്പൊക്കെ വിടാം. നമ്മളെ വളർത്തിയത് പാർട്ടിയല്ലേ. നമ്മുടെ ഐഡിയോളജി ആയിട്ട് ഒത്തുപോകാത്ത ഒരാളായിട്ട് എങ്ങനെയാ? വിടറ പിരിയാം. നീയല്ല അഡ്രസ്സ് അപ്പ് പിടിച്ചത്. നിനക്കറിയില്ലായിരുന്നോ ഇവരെ കൊണ്ട് അങ്ങോട്ടാ പോകുന്നു? എന്റെ ഗിരിയേട്ട, ആ കുട്ടി നമ്മുടെ എതിർ പാർട്ടിക്കാരാന്നുള്ള ഇവനോട് പറയേണ്ട കാര്യം എന്താ? ഓ കഴിക്കുകയാണെ കഴിച്ചോട്ടെ. നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞാലും ശരി, അറിഞ്ഞോണ്ട് ഇതിന് കൂട്ടുക എന്നെ കിട്ടൂല. അവർ നമ്മളെ വർഗ്ഗശത്രുക്കളാ. ഞാൻ പോവാ, നിങ്ങൾ എന്തെങ്കിലും ആക്കൂ. ഞാനാക്കി തരാം.